ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഡേറ്റ്സ് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ വളരെ ഈസി ആയിട്ടും അതേപോലെ നമുക്കിപ്പം വെളിയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഡേറ്റ് സിറപ്പൊക്കെ കിട്ടുക. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ നല്ല ഡേറ്റ് സിറപ്പ് തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എടുത്തേക്കുന്നത് ഗുഡ് ലൈഫിൻ്റെ ഫർദ് ഡേറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പം ഗുഡ് ലൈഫിൻ്റെ തന്നെ അറേബ്യൻ ഡേറ്റ്സും അതുപോലെ ഫർദ് ഡേറ്റ്സ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പം അതിൽ ഫർദ് ഡേറ്റ്സ് ആണ് എനിക്ക് കുറച്ചുകൂടെ മേടിച്ചപ്പം നല്ല സോഫ്റ്റായിട്ടൊക്കെ ഡേറ്റ്സ് എനിക്ക് തോന്നിയത് അതിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പം ഈ ഡേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു പാക്കറ്റ് ഫുള്ളും അതേപോലെ വേറൊരു പാക്കറ്റിൻ്റെ ഒരു പകുതിയോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ട ഡേറ്റ്സ് നമ്മൾ എടുത്ത് വെക്കുക. അപ്പോൾ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ ഈ ഡേറ്റ്സിലെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. വേറൊന്നും നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് വൃത്തിയാക്കാനൊന്നും ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല. ആ കുരു നമ്മൾ എടുത്ത് കളയുക. എന്നിട്ട് ഡേറ്റ്സ് അതേപടി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. അപ്പം ഈ ഒരു പാക്കറ്റ് ഫുള്ളും മറ്റേ പാക്കറ്റിൻ്റെ പകുതിയോളം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു അളവിൽ നമ്മൾ ഡേറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇത്രത്തോളം ഈ ഒരു പാത്രത്തിൽ ഇത്രയും നമുക്ക് കിട്ടും. കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ എടുത്തേക്കുന്നതാണിത്. അപ്പോൾ ഇനി നമ്മളൊരു പാത്രം എടുക്കുക. അതിൽ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചതാണ്. നല്ലോണം തിളയ്ക്കണം. അപ്പം വെള്ളം തിളപ്പിക്കാനായിട്ട് നമ്മൾ വെച്ചു. മറ്റേത് നമ്മൾ കുരുവൊക്കെ കളഞ്ഞൊരു പാത്രത്തിലാക്കി വെച്ചല്ലോ. ഇനി അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കണം. അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ലെവലിലുമാണ് ഒഴിക്കേണ്ടത്. ഡേറ്റ്സ് എത്രത്തോളം നിപ്പുണ്ട് ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ ഈ തിളച്ച വെള്ളം അതേപടി നമ്മൾ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1 മണിക്കൂറോളം അല്ലെങ്കിൽ എത്രത്തോളം നേരം വെക്കാൻ പറ്റുമോ അത്രയും നേരം നമ്മളിത് വെക്കുക. അത് ഒന്ന് അടച്ച് വെച്ച് വെക്കുക. അത് നല്ലോണം കുതിർന്ന് ആ വെള്ളത്തിൽ കിടന്ന് ഇതാവണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പറ്റുന്നിടത്തോളം സമയം നമ്മൾ വെക്കുക. മിനിമം 1 ഹവറെങ്കിലും വെക്കണം. അപ്പോൾ നമ്മളൊരു 2 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് മിക്സിയിൽ കുറച്ചിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കാൻ പോവാണ്. നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ നമ്മളാക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ഇതേപോലൊരു തുണിയാണ് വേണ്ടത്. നമ്മളൊരു വൈറ്റ് ക്ലോത്താണ് എടുത്തേക്കുന്നത്. നല്ല നീറ്റായിട്ടുള്ള പുതിയതായിട്ട് ഉള്ള തുണിയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മുടെ കയ്യിൽ വൈറ്റ് ക്ലോത്ത് ഉണ്ട്, നല്ല രീതിയിൽ നനച്ച് വൃത്തിയാക്കി എടുക്കുക. ആ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഈ മിക്സിയിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ക്ലോത്തിനകത്തൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ നീര് നമ്മൾ എടുക്കുവാണ്. അപ്പം ഡേറ്റ് സിറപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നീര് നമ്മൾ ഇതേപോലെ പിഴിഞ്ഞ് എടുക്കണം. അപ്പം നമ്മൾ വൈറ്റ് ക്ലോത്തിലൂടെ നമ്മൾ അരിച്ചെടുത്തിരിക്കുന്ന ഇത് നമ്മൾ ഗ്യാസിൽ വെച്ച് നല്ല രീതിയിൽ അത് സിറപ്പിൻ്റെ രീതിയിലൊന്ന് കുറുകി വരണം. അതുവരെ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് ഇന്ന സമയം എന്നൊന്നുമില്ല, അത് കുറുകി വരുന്ന സമയം വരെയും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഡേറ്റ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇരിക്കുമ്പോൾ ഒന്നുകൂടെ അതൊന്ന് നമ്മുടെ കറക്റ്റ് പരുവത്തിലേക്ക് വരും. അപ്പോൾ ഈ പരുവം ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ഒരു ഗ്ലാസ് ജാറാണ് നമ്മൾ എടുക്കേണ്ടത്. വേറെ പാത്രമൊന്നും എടുക്കണ്ട ഇത് ഒഴിച്ച് വെക്കാനായിട്ട്. കുപ്പി തന്നെ വേണം. അപ്പം നമ്മൾ ഇതേപോലൊരു ഇത് ഹണിയുടെയാണ്, ഡാബറിൻ്റെ ഹണി നമ്മൾ വാങ്ങിച്ചതിൻ്റെ ഒരു കുപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് വെക്കുവാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇത് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. നമുക്ക് ബ്ലഡ് പെട്ടെന്ന് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക.